വാർത്തയിലേക്ക്. കണ്ണൂർ ഏറ്റുകൊടുക്കയിൽ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കി. പയ്യന്നൂർ മണ്ഡലം 18-ാം ബൂത്ത് BLO അനീഷ് ജോർജാണ് ആത്മഹത്യ ചെയ്തത്. SIR ജോലി സമ്മർദ്ദം കാരണമാണ് ജീവനൊടുക്കിയതെന്ന് സംശയം. ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഇയാൾ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് ഓഫീസർ കലക്ടറോട് റിപ്പോർട്ട് തേടി. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. സലാമം, എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിക്കാനിടയായ സാഹചര്യം എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ട്. ഇപ്പോൾ ജോലി സമ്മർദ്ദം തന്നെയാണ് എന്ന കാര്യമാണ് കുടുംബം ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നത്. ഇങ്ങനെ കൂട്ടുകാരൊക്കെ പറയായിരുന്നു, കുട്ടികളെയൊക്കെ കണ്ടിട്ട് 2-3 ദിവസങ്ങളായി, ഭയങ്കര ടെൻഷനാണ്. അങ്ങനെ അപ്പോൾ ഇന്നലെ കൂട്ടുകാർ രാത്രിയിൽ ഒരു 10 മണി 11 മണി വരെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, ഒരു 30 വീടും കൂടി ഇന്ന് കയറാനുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നും കൂടെ അല്ലേ ഉള്ളൂ, അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തീർത്ത് സമാധാനത്തിൽ കൊടുക്കാം, അങ്ങനെയാണ് സംസാരിച്ച് പോയത്. അങ്ങനെ സമാധാനിപ്പിച്ചിട്ടാണ് കൂട്ടുകാർക്ക് വിട്ടത് ഇങ്ങനെ. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുള്ളത് നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ രാവിലെയാണ് ഇങ്ങനെ സംഭവിച്ചു കണ്ടത്. വീട്ടിൽ ബാക്കി കുടുംബാംഗങ്ങളെല്ലാം പള്ളിയിൽ പോയിരുന്നു. അപ്പോൾ കുടുംബാംഗങ്ങളൊക്കെ പള്ളിയിൽ പോയിരുന്നു. കുടുംബാംഗങ്ങൾ പള്ളിയിൽ പോയപ്പോൾ അനീഷ് പറഞ്ഞത് 30 വീടും കൂടെ കയറാനുണ്ട്, അപ്പോൾ അതും കൂടെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും പള്ളി വിട്ടത്. പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചായിട്ട് കാണുന്നത്. ജോലി തീർക്കാൻ പറ്റാത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നു. പിന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടെന്നാണ് വീട്ടുകാരുടെ ഭാഗത്ത് നമുക്ക് അറിഞ്ഞത്. അത് വീടുകളിൽ നമ്മളിങ്ങനെ സാധാരണ ചർച്ച ചെയ്യുമല്ലോ, ഇപ്പോൾ ഒരു കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുകാരോട് പറയാറുണ്ട്, ഭയങ്കര സമ്മർദ്ദമുള്ള ജോലിയാണ്, എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യുന്ന ജോലി പോലും പോയി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള സമ്മർദ്ദവും ടെൻഷനൊക്കെ പുള്ളിക്കുണ്ടായിരുന്നു. അതിപ്പോൾ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ പല ആൾക്കാരെയും പിന്നെ വീട് അറിയാത്ത സമയങ്ങളിൽ പല ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരുമല്ലോ. അപ്പം ഏതെങ്കിലും ഒരു ടീം ഒരാളുടെ മാത്രം ആൾക്കാർ പിന്നെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾക്കാർ ചോദിക്കും എന്തിനാണ് വിളിച്ച്, അങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതെ, അങ്ങനെ ഭീഷണിയായിട്ടല്ല, പക്ഷെ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു കാരണമായിട്ട് പുള്ളിക്ക് ടെൻഷൻ താങ്ങാതെ വന്ന് സംഭവിച്ചാണെന്ന്. അല്ല, പണി തീർക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നണേ. നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷെ പുള്ളിക്ക് അങ്ങനെ ഒരു ടെൻഷൻ എന്തോ അങ്ങനെ സംഭവിച്ചു, ടെൻഷനായിരുന്നു. അതെ. അല്ല, പുള്ളി ഇതിനു മുമ്പും ഈ വീടുകളിൽ മറ്റേ വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാ വീടുകളിൽ കൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഇത്രയും കാര്യങ്ങളൊന്നും പറയാറില്ല. നമ്മളിടയ്ക്ക് വീട്ടിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയൊന്നും പറയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരു 2-3 ദിവസമായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇവിടുന്ന് അമ്മയൊക്കെ പറയുന്നത് 2-3 ദിവസമായിട്ട് അവനെ സംബന്ധിച്ചിട്ട് അവനെന്തോ ഒരു മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് സംസാരിച്ചത്. അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, അറിയത്തില്ല. ഞങ്ങളിപ്പോൾ കുറച്ചു മുമ്പ് എത്തിയതേ ഉള്ളൂ അതിൻ്റെ റൂമിൽ. അല്ല, ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഫിൻ്റെ അടുത്തും ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അല്ലാതെ മറ്റ് അതിഭയങ്കരമായ ടെൻഷൻ എന്ന കാര്യം ഒരുപക്ഷെ പുള്ളി മനസ്സിൽ ഒളിപ്പിക്കുകയായിരിക്കാം, നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച്. ഈ 2 കാര്യങ്ങളും പുള്ളി പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജോലി കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ പറ്റാത്തതും, മറ്റൊന്ന് ഈ ഭീഷണി ഉണ്ടായിരുന്നു. 2 കാര്യങ്ങൾ. അല്ല, ജോലി കൃത്യസമയത്ത് എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ ഇന്നെല്ലാം കൂടെ ചെയ്യണമാണ്. ഇപ്പോൾ ഒരു 30 വീടും കൂടെ ഇനി ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇന്ന് എങ്ങനെയും ചെയ്ത് തീർക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നലെ കൂട്ടുകാരായിട്ട് അവർ സംസാരിച്ചത്. അപ്പോൾ അതിങ്ങനെ കൂട്ടുകാരായിട്ട് സംസാരിച്ചോ പറഞ്ഞാണ് അവർ. ഓക്കെ, താങ്ക് യു. ഹോസ്പിറ്റലിലേക്ക് പോകണം. എൻ്റെ പേര് ഷൈജു. പിന്നെ മരിച്ച അനീഷിൻ്റെ സഹോദരി ഭർത്താവാണ്. ആശുപത്രിയിലേക്ക് പോകാം. ഓക്കെ, താങ്ക് യു. അനീഷ, ഇപ്പോൾ ഈ മരിച്ച അനീഷ് ജോർജിൻ്റെ സഹോദരി ഭർത്താവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം പറയുന്നത് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഈ SIRമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ പൂർത്തീകരിക്കുന്നതിൽ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇനി 30 വീടുകൾ മാത്രമായിരുന്നു കയറാൻ ബാക്കിയുണ്ടായിരുന്നത്. ബാക്കിയുള്ള വീടുകൾ കൂടി കയറി എന്യൂമറേഷൻ ഫോമുകൾ ഫിൽ ചെയ്ത് വാങ്ങിയ ശേഷം കാണാമെന്നുള്ള രീതിയിലായിരുന്നു വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് വീട്ടുകാർ പള്ളിയിലേക്ക് പോവുകയും തിരിച്ച് മടങ്ങിയെത്തുന്ന സമയത്ത് അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ ഈ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. ഏതായാലും ഈ നേരത്തെ പുറത്തു വന്ന വിവരങ്ങളെ സ്ഥിരീകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബന്ധുവും പറയുന്നത്. കൃത്യമായി SIRൻ്റെ ഈ ഫോമുകൾ ഫിൽ ചെയ്യുന്നതിലും SIRൻ്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ്
സ്ഥലത്താണ് ഈ അനീഷ് ജോർജിൻ്റെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിൽ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നാട്ടുകാരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ രീതിയിൽ വലിയ സമ്മർദ്ദം നേരിട്ടിട്ടുണ്ട്. അങ്ങനെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് അനീഷ് ജോർജിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നത് എന്നുകൂടി തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും നിരവധി ആളുകൾ, ഈ സമീപത്തുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, ബന്ധുവാണ്? നമ്മളെ അവൻ്റെ കുടുംബ സ്വത്താണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തിലാണ്. അപ്പോൾ അത് ചെയ്ത് തീർക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ രാത്രി നല്ല ഉറങ്ങാൻ വൈകിയിരുന്നു. ഇന്ന് രാവിലെ അമ്മച്ചീനെ പള്ളിയിലെല്ലാം കൊണ്ടുവയ്ക്ക് പിന്നെ രാവിലെ പാലെല്ലാം കൊടുത്ത് ഇവർ ഭാര്യയും 2 കുട്ടികളാണ്. അവരും പള്ളിയിൽ പോയി, അമ്മച്ചിയും പോയി, അപ്പച്ചനും പോയി. ഇവൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക്. അപ്പോൾ അവർ വന്ന് ഒരു 9:30 ആകുമ്പോൾ കടന്നു വരുമ്പോഴേക്ക് ഇവൻ ആ പോയ സമയത്താണ് ചെയ്തത്. ജോലി സമ്മർദ്ദം ഉണ്ട് എന്നുള്ള കാര്യം അത് ഒരു സംശയമില്ല. അതിൽ ആ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് ഇവനത് എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റില്ല. പിന്നെ അവൻ്റെ ഏരിയ ആണെങ്കിൽ പോലും ചില വീടുകൾ പരിചയമില്ലാത്ത പ്രശ്നം. പിന്നെ അവർ സമ്മർദ്ദം മേലുദ്യോഗസ്ഥന്മാർ നിരന്തരം ഇത്ര ശതമാനം ഇന്ന് തീർക്കണം, ഇത്ര ശതമാനം തീർക്കണം. അവന് താങ്ങാൻ പറ്റില്ല. ദൗർഭാഗ്യകരമായ ഒരു സംഭവം ഉണ്ടായത്. വലിയ സമ്മർദ്ദം അനീഷ് ജോർജിൻ്റെ മുകളിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കാരണം ഈ ജോലി ചെയ്തു തീർക്കാൻ തനിക്ക് കഴിയുമോ, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്തു തീർക്കണം, സമയബന്ധിതമായി ചെയ്തു തീർക്കണം എന്നുള്ള ഒരു സമ്മർദ്ദം മേലധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നു. ഇനി 30 വീടുകൾ മാത്രമാണ് പൂർത്തീകരിക്കാനുണ്ടായത്. അതുകൂടി പൂർത്തീകരിച്ച ശേഷം കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ അമ്മയെയും ഭാര്യയും 2 മക്കളുമാണ് ഇവിടെ താമസിക്കുന്നത്. അവരെയൊക്കെ തന്നെ പള്ളിയിലാക്കി തിരിച്ച് അവരെത്തുന്ന സമയത്താണ് അനീഷ് ജോർജിനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ സ്ഥിരീകരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാരും അടുത്ത ബന്ധുക്കളും. അവരും പറയുന്നത് ഈ SIR-മായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായി. അതോടൊപ്പം തന്നെ നേരത്തെ അടുത്ത ബന്ധു, അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവ് പറഞ്ഞത് ഈ രാഷ്ട്രീയ പാർട്ടികൾ, അതായത് ഈ BLOമാർ ഈ SIR-മായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം നൽകുന്നതിനും അത് പൂരിപ്പിച്ച് നൽകുന്നതിനുമൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ കൂടെ കൂട്ടാൻ, അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയെ കൂട്ടിയാൽ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അതിലൊരു അതൃപ്തി ഉണ്ടാകുന്നു. അവർ വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലാക്കുന്നു. അങ്ങനെ അവർ അത് ചോദ്യം ചെയ്ത് രംഗത്ത് വരുന്നു. അതൊക്കെ തന്നെ അനീഷ് ജോർജിന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കി. ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഈ ജീവൻ ഒടുക്കുന്നതിൽ എത്തിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നൽകുന്നത്. ഏതായാലും ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് അനീഷ് ജോർജിൻ്റെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനുള്ളിലായിരിക്കും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഈ കാണുന്നതാണ് അനീഷ് ജോർജിൻ്റെ വീട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മാതാവും പിതാവും അതോടൊപ്പം ഭാര്യയും 2 മക്കളുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. അവരോടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് SIR-മായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം താൻ നേരിടുന്നുണ്ട് എന്ന കാര്യം നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കളോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി തന്നെയാണ് തനിക്കിങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ആ ഒരു ആശങ്കയുടെ ഫലമായി തന്നെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും നൽകുന്നത്. ഏതായാലും അവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരും പറയുന്നത്, നേരത്തെ പുറത്തു വന്ന വിവരങ്ങൾ ഒരു സ്ഥിരീകരണം തന്നെയാണ് അവരും പറയുന്നത്. ചേട്ടാ, ഈ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. SIR ഇത് കിട്ടിയതിന് മുതൽ വലിയൊരു സമ്മർദ്ദം ഉണ്ടായി. അപ്പോൾ ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഇത് പൂർത്തിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രയാസം ഉണ്ടായത് ഇപ്പോൾ ടീച്ചറും പറഞ്ഞു. അതായത് അനീഷിൻ്റെ അമ്മയും അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഈ ഒരു പണി എടുക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരു പാവ മനുഷ്യനാണ്. ഇന്ന് അധികം റിസ്ക് ഒന്നും ഏറ്റെടുക്കാൻ വേണ്ടി കഴിയാത്ത ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ പിന്നെ ഇത് കിട്ടിയത് മുതൽ വരി ഭയങ്കര ടെൻഷനുണ്ടായി. കാരണം നാട്ടുകാരെ എല്ലാവരും ഒന്നും അങ്ങനെ പരിചയമില്ല, കൂട്ടത്തിലൊന്നുമല്ല. അപ്പോൾ ഓരോ ദിക്കിലെത്തുമ്പോൾ ഇങ്ങനെ മറ്റേ പുറം കിട്ടിയിട്ട് അങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഇത് നിശ്ചിത അവസ്ഥയിലുള്ളത് പൂർത്തിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഒരു അസഹിഷ്ണുത വല്ലാത്തൊരു ഇതാണ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, നീ കിടന്നുറങ്ങുക, നമുക്ക് എല്ലാവരും പരിഹാരമാക്കാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് പിന്നെ ഒന്നും ഇതായില്ല. കുറേ പാതിരാത്രി വരെ 1 മണി വരെ ആയിട്ടും ഇവരെഴുത്തും കുത്തും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവർ നിർബന്ധിച്ചിട്ടാണ് നീ കിടന്നുറങ്ങുന്നത് പറഞ്ഞ് പറയുകയും ഇന്ന് രാവിലെ സാധാരണ ഇന്ന് പള്ളിയിൽ പോകുന്ന ദിവസമാണ്. അപ്പോൾ ഇവരെല്ലാം കൂട്ടി പള്ളിയിൽ പോയി അവിടെ കൊണ്ടാക്കിയിട്ട് സാധാരണ അവിടെ കൊണ്ടുപോയി പള്ളിയിലത്തെ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെയും കൂടെ കൂട്ടിയിട്ട് തിരിച്ചു വരികയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം അവരെ അവിടെ കൊണ്ടാക്കിയിട്ട് എനിക്ക് കുറേ എഴുതാനുണ്ട്. ഇത് തന്നെയാണ് പറയുന്നത്, ഇത് എങ്ങനെ മാറുന്നില്ല മനസ്സ്. അപ്പോൾ അത് എഴുതാനുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരെ വരുന്നത്. വന്ന് അവർ പള്ളിയിൽ നിന്ന് പിന്നെ തിരിച്ചു വരുമ്പോഴേക്കാണ് ഈ ചിത്രം കാണുന്നത്. അപ്പോൾ അല്ലാത്ത ഒരു ടെൻഷൻ ആയിരുന്നു എന്നുള്ളത് ഇവൻ മേലുദ്യോഗസ്ഥന്മാർക്ക് 4 തവണ
ഇത് ആവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തതായിട്ട് ടീച്ചർ ഇപ്പോൾ പറഞ്ഞു എന്നോട്. ടീച്ചർ പറഞ്ഞു 4 തവണ പോയി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഈ രീതിയിലുള്ള കടുത്ത സമ്മർദ്ദം തന്നെയാണ്, ജോലി സമ്മർദ്ദം തന്നെയാണ് പിന്നെ അനീഷിന് ഈ രീതിയിൽ വല്ല ജീവൻ എടുത്തതെന്ന് പറയാൻ തീർച്ചയായിട്ടും. അച്ഛൻ പിന്നെ ജോർജ് മാഷ് നമ്മളെല്ലാം നല്ല ഇതാണ്. അമ്മ പിന്നെ ടീച്ചറാണ്, 2 ആൾ റിട്ടയറാണ്. പിന്നെ ഒരു പെങ്ങളുണ്ട്, ഒരു അനുജനുമുണ്ട്. അനുജൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്, പെങ്ങൾ ടീച്ചറാണ്. ഇപ്പോൾ പെങ്ങൾ വന്നു. അപ്പോൾ ഒരു പാവം ചെറുപ്പക്കാരനാണ്. ഒരു സാധാരണ വലിയ ഒരു ചെറുപ്പക്കാരൻ്റെ തൻ്റെ ഒരു ധൈര്യമെല്ലാം ലേശം കുറവാണ്. അപ്പോൾ പിന്നെ കൂടുതൽ നാട്ടുകാരായിട്ടൊന്നും വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മളെ തൊട്ട് അയൽവക്കത്തല്ല വലിയ ചെറുപ്പക്കാരായിട്ട് നല്ല ബന്ധത്തിലാണ്. അപ്പോൾ ഇത് ഒരു ശരിക്കും ഒരു ജോലി ഭാരം ഇത് എനിക്ക് പറ്റുന്നതല്ല എന്നുള്ളത് കടുത്ത രീതിയിൽ തന്നെ എൻ്റെ സഹപ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സഹപ്രവർത്തകൻ അയാളെ ജോലി കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു ഞാൻ സഹായിക്കാം ഇന്ന് പറഞ്ഞ ദിവസം ഇന്ന് സഹായിക്കാനും കൂടെ പറഞ്ഞു. പക്ഷേ അതിന് മുമ്പേ തന്നെ അനീഷ് നമ്മളെ വിട്ടു പോയി. പറഞ്ഞതാണോ 4 തവണ പരാതി കൊടുത്തിട്ടുണ്ട് അമ്മ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു എന്നോട്, ടീച്ചർ തന്നെ പറഞ്ഞു. അച്ഛനും പിന്നെ അധികം പറയുന്നില്ല. അച്ഛനും പറഞ്ഞതാണ് ഇത് പിന്നെ എൻ്റെ മോനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം ഉണ്ടാക്കിയതാണ്. ഞാൻ പലപ്പോഴും ആശ്വസിപ്പിച്ചു. പക്ഷെ ഓനെ അത് ആശ്വസിപ്പിച്ച് അന്നേരം ബോധ്യപ്പെടും. അത് കഴിഞ്ഞ് വീണ്ടും ആ ടെൻഷൻ അവൻ്റെ മനസ്സിനെ കടന്നിട്ട് വല്ലാണ്ട് രീതിയിൽ പ്രയാസം ഉണ്ടാക്കി എന്നുള്ളത് അവർക്കെല്ലാം കുടുംബത്തിലെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സമ്മർദ്ദം തന്നെയാണ് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ ഇതായത്. ആ ഒരു പ്രവർത്തനമാണ്. ഞാനിവിടെ ഇത് പറ്റിയെന്ന് പറഞ്ഞ് വിവരം കിട്ടിയ ഉടനെ തന്നെ ഇവിടെ വന്ന് മാഷകൾക്ക് അടുത്ത് തന്നെ ഇരുന്ന് നമ്മൾ ഒരു 3 ദിവസം മുമ്പെയാണ് ഇവിടെ വീടുമായിട്ട് വന്ന് ഞങ്ങൾ ഗൃഹസന്ദർശനം എന്ന രീതിയിൽ ഇറക്കിയിട്ട് പോയത്. അപ്പോൾ നല്ല ഇതാണുണ്ടായിരുന്നു, പ്രവർത്തനമുണ്ടായി. പക്ഷേ അന്നേരം അന്വേഷണം ഉണ്ടായിട്ട് ആ രീതിയിൽ നമ്മൾ പോയതാണ്. അപ്പം മാഷായിട്ട് നല്ല ബന്ധമാണ്, ടീച്ചറായിട്ടും നല്ല ബന്ധമാണ്. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ടീച്ചറെ അടുക്കന്നെ ഇരുന്നിട്ട് ടീച്ചർ പറഞ്ഞു പരാതി കൊടുത്തിട്ട് അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞു നമ്മൾ ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഒഴിവാക്കാൻ തയ്യാറായില്ല. അപ്പോൾ തയ്യാറായപ്പോൾ പിന്നെ ഇത് എടുക്കാണ് എൻ്റെ ജോലി പോകുമെന്നില്ല ഒരു പേടിയായല്ലോ. ആ രീതിയിലാണ് ഇത് എടുത്ത് പിന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ ഇതെല്ലാം പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു പെൺകുട്ടി, മൂത്തത് പെൺകുട്ടി, ഇളയത് ആൺകുട്ടി സ്കൂളിൽ പഠിക്കുന്നു. ആ ആൺകുട്ടി ഇപ്പോൾ ഒന്നും അറിയില്ല. ഇത് പെൺകുട്ടിക്ക് ഏകദേശം മനസ്സിലായി വന്നു, അത് ഇപ്പം കരയാൻ തുടങ്ങി. പക്ഷേ ആൺകുട്ടി ഒന്നും അറിയില്ല, ചെറിയതാണ്. വല്ലാത്തൊരു ദാരുണമായ സംഭവം തന്നെയാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ BLOമാരായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആകെ കടുത്ത സമ്മർദ്ദത്തിലാണ് അവർ 2-3 ആളുകൾ വന്നു പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരും ഇതിങ്ങനെ പോലെ പിന്നെ ഇതൊരു കടുത്ത സമ്മർദ്ദമാണ്, ഇത് എങ്ങനെയാണ് ദിവസത്തിനുള്ളിലാക്കുക. കാരണം ഒന്ന് ഈ ഇലക്ഷൻ നടക്കുന്നത്, ആർക്കും നമ്മളെ സഹായിക്കാൻ സമയമില്ല. അപ്പോൾ ഇത് ഒന്നിച്ചാകണമെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടുമായി വലിയ പ്രയാസം അവർ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയുന്ന കുറേ BLOമാരുണ്ടല്ലോ. ഇത് 1-ാം വാർഡിലാണ് ഏറ്റെടുക്കുക. ഈ 1-ാം വാർഡിലെ പിന്നെ BLO ആയിട്ടാണ് ഇല്ലത്, പരീക്ഷ ഇല്ലത്. ബൂത്ത് നമ്പർ 18. അപ്പോൾ വലിയ പ്രയാസം തന്നെയാണ് ഇവിടെ. തന്നെയാണ് 4 തവണ മേലധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. തനിക്ക് ഈ ജോലി പൂർത്തീകരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ വലിയ സമ്മർദ്ദം താൻ നേരിടുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മേലധികാരികൾക്ക് 4 തവണ പരാതി നൽകിയിട്ടും അതിലൊരു നടപടിയോ അല്ലെങ്കിൽ ഈ ജോലിയിൽ നിന്നും റിലീവ് കൊടുക്കാൻ മേലധികാരികൾ തയ്യാറായില്ല എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞത് ഈ അനീഷ് ജോർജിൻ്റെ മാതാവാണ് ഇക്കാര്യം പറഞ്ഞത്. 4 തവണ പരാതി കൊടുത്തു എന്ന കാര്യം. എന്നാൽ മേലധികാരികൾ ഇടപെട്ട് ആ ജോലിയിൽ നിന്നും റിലീവ് നൽകാൻ തയ്യാറായിട്ടില്ല. അതിലും കൂടുതൽ സമ്മർദ്ദത്തിൽ അനീഷ് ജോർജ് ആയി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രവർത്തകരായിട്ടുള്ള നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ ഇപ്പോൾ വീട്ടിന് എത്തിയിട്ടുണ്ട്. ഈ അനീഷ് ജോർജിന് അമ്മയും മാതാവും പിതാവും അവർ അധ്യാപകരായിരുന്നു. അനീഷ് ജോർജിന് 2 മക്കളാണുള്ളത്, ഒരു മൂത്ത ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. അങ്ങനെ ഒരു കുടുംബം പോറ്റി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ രീതിയിലുള്ള SIRമായി ബന്ധപ്പെട്ട് നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ജോലികളിലും BLOമാർ ഏർപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ SIR പുതുതായി വന്ന SIRമായി ബന്ധപ്പെട്ട് വലിയ ഒരു ജോലി
സമ്മർദ്ദം അവർക്ക് നേരിടേണ്ടതുണ്ട്. കാരണം എന്യൂമറേഷൻ ഫോമുകൾ വീട്ടിലെത്തിച്ച് നൽകണം. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിച്ച് മേലധികാരികൾക്ക് സമർപ്പിക്കണം. അതിനൊക്കെ തന്നെ വലിയ സമയം വേണ്ടതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ തന്നെ ഈ ജോലി സമ്മർദ്ദം, ജോലി ഭാരം കൂടുതലായി വരുന്നു. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സമ്മർദ്ദം, പെട്ടെന്ന് തീർക്കാനുള്ള സമ്മർദ്ദം മേലധികാരികളുടെ ഭാഗത്തുണ്ടാകുന്നു. ഈ കാര്യങ്ങൾ അനീഷ് ജോർജ് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഈ മേലധികാരികൾക്ക് 4 തവണ പരാതി നൽകി. 4 തവണ പരാതി നൽകിയെന്ന കാര്യം പറയുന്നത് മാതാവാണ്. അപ്പോൾ കൃത്യമായി നമുക്കറിയാം അതിലൊരു യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അത് സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം നൽകേണ്ടത് മേലധികാരികളാണ്. ഈ പരാതിയിൽ പ്രധാനപ്പെട്ട കാര്യം, പരാതിപ്പെട്ടിട്ടും 4 തവണയോളം പരാതിപ്പെട്ടിട്ടും തന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അതിലൊരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? അനീഷ, നമ്മളോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, ഈ 4 തവണ പരാതി നൽകിയെന്ന പറയുന്നത് ജോലി ഭാരം, ജോലി സമ്മർദ്ദം ഉണ്ടെന്ന്. അതെ, അതെന്തുകൊണ്ടായിരിക്കും നടപടി? അല്ല, അത് നമ്മളെ മുമ്പിൽ ഇന്ന് രാവിലെ ഈ മരണ വാർത്ത അറിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. ഞാൻ നമ്മളെ പൊതുപ്രസ്ഥാനത്തിൻ്റെ തമ്പാട്ടനും കൂടി ഒന്നിച്ച് നമ്മളോട് ഈ വാർത്ത അറിഞ്ഞ ഉടൻ ഞങ്ങൾ ഈ സ്ഥലത്ത് വീട്ടിലെത്തി. മാഷയും കണ്ടു, അമ്മ മേരി ചേച്ചിയും കണ്ടു, നമ്മൾ ഈ കാര്യം ഭാര്യയും കണ്ടു. അപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ 3-4 തവണയായിട്ട് പരാതി കൊടുത്തു. അനീഷ് നമ്മൾ നേരത്തെയും പറഞ്ഞു, കാരണം പറ്റുന്നില്ല. പറ്റാത്ത കാര്യം ഒരു ഉദ്യോഗസ്ഥൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ആവശ്യമായിട്ട് നിലപാട് സ്വീകരിക്കുന്നതല്ലേ തെറ്റായിട്ടുള്ള കാര്യമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം SIRമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് തീർക്കണം അല്ലെങ്കിൽ നാളെ തീർക്കണം എന്ന് പറയുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊടുക്കുന്നത്.